വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവാതിരയിൽ ഏറ്റവും പ്രാധാന്യമേറിയ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ദീർഘമംഗല്യത്തിനു വേണ്ടി അനുഷ്ഠിക്കുന്ന ഈ വ്രതം ഉമാമഹേശ്വര പ്രീതികരമാണ്. മാർഗശീർഷ മാസം അഥവാ ധനുമാസത്തിൽ ജനിച്ച ശിവൻ്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര എന്നും വിശ്വസിക്കപ്പെടുന്നു. ദാമ്പത്യ സൗഖ്യത്തിനും ശ്രീ പരമേശ്വരൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി ശ്രീ പാർവതി അനുഷ്ഠിച്ച വ്രതമാണിതെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. സുമംഗലികൾ ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും കന്യകമാർ സദ്ഭർത്തൃ ലഭ്യത്തിനുമായിട്ടാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. മകയിര്യം നാളിൽ കാവിത്ത്, കൂർക്ക, ചേന, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, 2 തരം ചേമ്പ് എന്നിങ്ങനെ 8 കിഴങ്ങുകളും നേന്ത്രക്കായയും കണലിൽ ചുട്ടെടുക്കുന്നു. ഉണങ്ങിയ നാളികേരം, കരിമ്പ്, കദളിപ്പഴം എന്നിവയും ചുട്ട കിഴങ്ങുകളും അരിഞ്ഞ് ശർക്കര പാവ് കാച്ചി വൻപയർ, എള്ള്, കടല എന്നിവ വറുത്ത് ചോളപ്പൊടിയും എള്ളും ചേർത്ത് ഇളക്കി എട്ടങ്ങാടി തയ്യാറാക്കുന്നു. ഇത് ഗണപതി, ശിവൻ, പാർവതി, ചന്ദ്രൻ എന്നീ ദേവകൾക്ക് നിവേദിച്ച ശേഷം പ്രസാദമായി ഭക്ഷിക്കുകയും ചെയ്യുന്നു. തിരുവാതിര നാളിൽ സ്നാനാനന്തരം കരിക്ക്, പഴം, അട, അവിൽ, മലർ ഇവ നേദിക്കുകയും അതിനുശേഷം അവയും കൂവ കുറുക്കിയതും കഴിക്കുകയും ചെയ്യുന്നു. തിരുവാതിര നാളിൽ അരി ആഹാരം തീർത്തും വർജ്യമാണ്. ഗോതമ്പ്, ചാമ തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണവും തിരുവാതിര പുഴുക്കും കഴിക്കാം. തിരുവാതിര നാൾ അർദ്ധരാത്രിയിൽ അതിവിശിഷ്ടമായ ആർദ്രാജാഗരണം നടക്കുന്നു. സുമംഗലിമാരും കന്യകമാരും നടുമുറ്റത്ത് അരിപ്പൊടി കലക്കി അണിഞ്ഞ് അമ്മിക്കുഴവയെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ വയ്ക്കുകയും വിളക്ക് ഗണപതിയായി സങ്കല്പിച്ച് പൂജ നടത്തുകയും ചെയ്യുന്നു. എല്ലാ വിവാഹിതകളും കന്യകകളും ചന്ദനം, ചാന്ത്, കുങ്കുമം എന്നിവ നെറ്റിയിൽ ചാർത്തുകയും കണ്ണെഴുതി 3 വെറ്റില കൊണ്ട് 3 കൂട്ടി അടയ്ക്കാമണിയൻ്റെ ഇല കൊണ്ട് അർദ്ധനാരീശ്വരൻ, ഗണപതി എന്നിവരെ അർച്ചിക്കുകയും തുടർന്ന് അഷ്ടദിക്പാലക സങ്കല്പത്തിൽ 8 ദിക്കുകളിലും അർച്ചന നടത്തുകയും ചെയ്യുന്നു. ബാക്കിയുള്ള പൂജാപത്രം അരുന്ധതി ദേവിയെ സങ്കല്പിച്ച് മുകളിലേക്ക് അർച്ചിക്കുകയും മംഗല്യത്തിന് പ്രാർത്ഥിച്ച് നമസ്കരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ശ്രീ പാർവതി സ്വയംവരം, മംഗലാതിരി എന്നീ പാട്ടുകൾ പാടി തിരുവാതിര കളിക്കുന്നു. നേരം പുലരുന്നതുവരെ തിരുവാതിര കളി തുടരുന്നു. രാവിലെ കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം കുടിച്ച് പാരണ വീട്ടിയ ശേഷം മാത്രമേ അരിഭക്ഷണം കഴിക്കാവൂ. ഇതോടുകൂടി ദീർഘമംഗല്യദായകമായ തിരുവാതിര വ്രതം പരിപൂർണമാകുന്നു. വ്രതമനുഷ്ഠിക്കുന്നവർ ദശപുഷ്പങ്ങൾ ചൂടുന്ന പതിവ് മുമ്പുണ്ടായിരുന്നു. തിരുവാതിരപ്പാട്ടുകൾ പാടി കൈകൊട്ടി കളിക്കുന്നതിനിടെ പാതിരായ്ക്ക് നടത്തുന്ന ഒരു ചടങ്ങാണ് പാതിരാപ്പൂ ചൂടൽ. അപ്പോൾ വിരിയുന്ന കൊടുവേലിപ്പൂവാണ് തലയിൽ ചൂടുന്നത്. സോമായ നമ എന്ന മന്ത്രോച്ചാരണത്തോടെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് ഈ കർമ്മം നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞ് തിരുവാതിരക്കളി തുടരുന്നു. വിവാഹശേഷം ആദ്യം വരുന്ന തിരുവാതിര, പുത്തൻ തിരുവാതിര, പുത്തിരുവാതിര തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. തിരുവാതിര ദിവസം എണ്ണ, പഞ്ചഗവ്യം, പഞ്ചാമൃതം, നെയ്യ്, തൈര്, തേൻ, കരിമ്പ് നീർ, ഇളനീർ, പനിനീർ തുടങ്ങിയവ കൊണ്ട് ശിവന് അഭിഷേകം നടത്തുന്നത് ഉത്തമമാണ്. വ്രതാനുഷ്ഠാനങ്ങളിൽ ഏറെ വിശേഷപ്പെട്ട ഒരു വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ
കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.